തിരുവചന ചിന്തകൾക്കായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. ബൈബിളിൽ നിന്നും നമുക്ക് തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസിൻ്റെ ലേഖനം പലർക്കും പരിചിതമായിരിക്കണമെന്ന് ഇല്ല എങ്കിലും ചെറിയൊരു ലേഖനമാണെങ്കിലും വളരെ ശക്തമേറിയ ദൈവിക ദൂതുകൾ, സത്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അതിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വചനവും അനുഗ്രഹമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന മറ്റൊരു വചനമാണ്. നമുക്ക് ഈ സമയത്ത് വായിക്കാം. വചനം ഉണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ വചനം വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല മനുഷ്യർക്കും സ്തോത്രം രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും. അതെ, അപ്പോൾ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പല പ്രത്യാശകളും ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട് പോയേക്കാം. എങ്കിലും ഇന്ന് രാത്രിയിലും ഒരു പ്രത്യാശയുണ്ട്. എല്ലാ പ്രത്യാശകളും പോയെങ്കിലും നഷ്ടപ്പെടാത്തൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ പറ്റിയാണ് ഇന്ന് തിരുവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ, കർത്താവിൽ ശരണപ്പെട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവായ ഭാഗ്യകരമായ പ്രത്യാശ. പിന്നെ പറയുന്നു തേജസ്സിൻ്റെ പ്രത്യക്ഷത. അപ്പോൾ ദൈവം ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലുക്കിംഗ് ഫോർ ദി ബ്ലെസ്സഡ് ഹോപ്പ് ആൻഡ് ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് അവർ ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. പലപ്പോഴും ഈ ലോകത്തിൽ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇവൻ വിശ്വാസികൾക്ക് പോലും എന്ന് പറയുന്ന അനേകർ യഥാർത്ഥത്തിൽ വിശ്വാസികളായിരിക്കുന്നു, അല്ലാത്തവരുമുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്തെങ്കിലും തീർച്ചയായിട്ടും ദൈവിക അനുഗ്രഹങ്ങൾ ഭൗതിക ജീവിതത്തിൽ കടന്നു വരുന്നതും, നല്ല നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നതും, ലോകം നമ്മളെ അറിയുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് ഉള്ള പ്രത്യാശയും പ്രതീക്ഷകളും ദർശനവും ഇതിനപ്പുറത്ത് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചേർച്ച് മിനിസ്ട്രി ആയിരിക്കാം, ഒരുപക്ഷെ നമ്മളെപ്പറ്റിയുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പലർക്കുമുണ്ട്, അതിനെ ആരാധിക്കുന്നവർ പോലും ഉണ്ട്. അതൊന്നുമല്ല ഇതിനകത്തെ വിഷയം. ഒരു ദൈവപൈതല് ആ ജീവിതത്തിൽ എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഒരു ഇൻഷുറൻസുകാരനും ഗ്യാരണ്ടി വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇൻഷുറൻസ് തരാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, നമുക്കൊരു അഷുറൻസ് ഉണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് വരും. അതെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. 2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. വളരെ വിശാലമായ ഒരു, വളരെ ഗഹനമായ, അല്ലെങ്കിൽ പലർക്കും ദുരൂഹമായ ഒരു വിഷയമാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വചനത്തിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് ജീവിതത്തിൽ പ്രത്യാശയ്ക്ക്, യഥാർത്ഥത്തിലുള്ള പ്രത്യാശയ്ക്ക് മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗ്യകരമായ പ്രത്യാശ 2 കാര്യങ്ങളാണ്. ഒന്ന് ഭാഗ്യകരമായ പ്രത്യാശ,
രണ്ട്, തേജസ്സിന്റെ പ്രത്യക്ഷത. ഇത് രണ്ടും രണ്ടാണ്. അതേ ഭാഗ്യകരമായ പ്രത്യാശ എന്താണ്? നമുക്കൊരു വചനം വായിക്കാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. പല മരിച്ച അടക്കുകൾക്കും മിക്കവാറും എല്ലാ ക്രിസ്ത്യൻ സഭകളിലും വായിക്കാറുള്ള ഒരു വേദഭാഗമായതുകൊണ്ട് ബൈബിൾ തുറക്കാതെ നമുക്ക് വായിക്കാം. 1 തെസ്സലോനിയർക്ക് ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതിനാധാരമായിട്ട് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ ഒരു നൂറ്റാണ്ടോളം ദൈവസഭയുടെ പ്രത്യാശ യേശുക്രിസ്തു മടങ്ങി വരും, അവരുടെ കാലഘട്ടത്തിൽ വരും എന്ന് ആർത്തിയോടെ കാത്തിരുന്നവരാണ്. കാരണം യേശുവിനെ വ്യക്തിപരമായി തൊട്ടുനോക്കിയവരാണ്, രുചിച്ചറിഞ്ഞവരാണ്, അവൻ്റെ സ്നേഹവും അവൻ്റെ സംരക്ഷണവുമൊക്കെ അറിഞ്ഞവരാണ്, അവൻ്റെ മഹത്വം അവർ കണ്ടവരാണ്. ആ കർത്താവ് അവരെ വിട്ടുപോയപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം യേശു മടങ്ങി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ പ്രത്യാശ അതായിരുന്നു. അപ്പോൾ അന്ന് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിയർ 4-ന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. തുറന്നും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യാശയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പ്രത്യാശ എന്തായിരുന്നു? അനവധി പ്രത്യാശകൾ അതിനകത്ത് അടങ്ങിക്കിടപ്പുണ്ട്. അവിടെ പറയുകയാണ്, അതിന് ഒരു പ്രത്യാശ 17-ാം വാക്യം പറയുകയാണ്, ജീവനോടെ ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ, എവിടെയാണ്? ആകാശത്തിൽ, എയറിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അതൊരു വലിയ പ്രത്യാശയാണ്. കേട്ടാൽ സയൻസ് ഫിക്ഷനാണെന്ന് തോന്നും, ചിലർക്കൊരു മുത്തശ്ശി കഥയായിട്ട് തോന്നിയേക്കാം, ചിലർക്ക് മണ്ടത്തരമായി തോന്നിയേക്കാം. സ്തോത്രം. ചിലർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായി തോന്നിയേക്കാം, ചിലപ്പോൾ ചിലർക്കൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. പക്ഷേ ഇത് സത്യമാണ്. സ്തോത്രം. ഇതിൽ വിശ്വസിക്കണമെങ്കിൽ കർത്താവിനെ അറിയണം. ഹല്ലേലൂയ. ഈ പ്രത്യാശയാണ് മറ്റൊരു ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന റാപ്ചർ എന്നാണ്. റാപ്ചർ എന്നത് വചനത്തിൽ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമായിട്ടില്ല. എങ്കിലും ഈ ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാക്കുന്നൊരു കാന്തശക്തി എന്നതുപോലെ കർത്താവിൻ്റെ ദൈവശക്തി മാനുഷിക ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ശക്തികൾക്കും നമ്മളെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണ്. സ്തോത്രം. ലോകത്തിലെ നടക്കാൻ പോകുന്ന അത്ഭുതമാണ് അത്. അതിനുവേണ്ടി പ്രത്യാശ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ കൂട്ടായ്മകൾ പോലും വ്യർത്ഥമായി തീരും. നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിച്ചത് വ്യർത്ഥമായി തീരും. അതെ, മറ്റൊരു പ്രത്യാശ. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തു ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോഴും എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹവും അനേകരിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങൾ കുറവാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയായിരുന്നു കഴിഞ്ഞ തലമുറ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത്രയ്ക്കും ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് സംശയിച്ചു പോകും പലപ്പോഴും. പക്ഷേ അത് മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു പ്രത്യാശ, കർത്താവിൻ്റെ വാനമേഘങ്ങൾ എടുക്കപ്പെടും. 1 കൊരിന്ത്യരുടെ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ ഇന്ന് ഒരു ശാരീരികമായി രോഗമോ അല്ലെങ്കിൽ ഒരു വൈകല്യമോ അല്ലെങ്കിൽ ഒരുപക്ഷെ
എന്തെങ്കിലും മാനസികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഒരുപക്ഷെ ജീവിതത്തിൽ മാനസികവും ശാരീരികമായിട്ടുള്ള അവസ്ഥകളായിരിക്കാം, ഒരുപക്ഷെ നടക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും, ഒരുപക്ഷെ ജനിച്ചപ്പോൾ തന്നെ ശാരീരികമായ ചില വിഷയങ്ങളോ നമ്മുടെ കാഴ്ചയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 15:52. ഇല്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ കണ്ണിമയ്ക്കുന്ന മാത്രയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നാം വേഗത്തിൽ നമുക്ക് പോകാം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, രൂപാന്തരപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ശരീരം, മന്മയമായ ഈ ശരീരം, ഈ നാറ്റം വയ്ക്കുന്ന ശരീരം, ഈ വേർക്കുന്ന ശരീരം എത്ര ബ്യൂട്ടിഫുൾ ആക്കിയാലും, എത്ര ഫിസിക്കലി ഫിറ്റായാലും പുരുഷൻ ഒരിക്കൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഒരു ദിവസം ഇത് ചുക്കിച്ചുളിയും, ഒരു ദിവസം ഇതൊരു കരങ്ങൾ പിടിക്കാൻ കഴിയാത്ത പൊടിയായി മാറും. ഹല്ലേലൂയ! അത്രയോളം മാനുഷിക ശരീരം. പക്ഷെ തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ ശരീരം എങ്ങനെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എൻ്റെ ശരീരം ഇങ്ങനെയാണല്ലോ എന്നോർത്ത് ചില രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരായിരിക്കാം. അതെന്തുമാകണം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു പ്രത്യാശയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ, കണ്ണിമയ്ക്കുന്ന മാത്രയിൽ എല്ലാവരും രൂപാന്തരപ്പെടും. ഈ ശരീരം മാറും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, ദ്രവത്വമുള്ളത് അമർത്യതയെ ധരിക്കും. അതെ, മറ്റൊരു ഭാഗത്ത് ഫിലിപ്പിയർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുകയാണ്, ആമേൻ, നമുക്കൊരു പൗരത്വമുണ്ട്, നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്, അത് സ്വർഗത്തിലാകുന്നു. യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. അവിടെ പറയുന്നു, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമാക്കി ദൈവം അനുരൂപമാക്കി മാറ്റും. മറ്റൊരു പ്രത്യാശ, ഈ ശരീരം മഹത്വമുള്ള ശരീരമായി മാറും. ഹല്ലേലൂയ! അതേ, വരാനിരിക്കുന്ന യുഗത്തിൽ ദൈവമക്കൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുമെന്ന് തിരുവചനം പറയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ വിഷയങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഭാരപ്പെടണമെന്ന്. സ്തോത്രം! നിങ്ങൾക്ക് ഒരുപക്ഷെ സിനിമാ നടനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്നതനായ വ്യക്തിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ, സാരമില്ലെന്ന്. ഒരുപക്ഷെ ശരീരത്തിന് ചില ഭാഗങ്ങളൊക്കെ ഇല്ലെങ്കിലും, ഒരുപക്ഷെ ആന്തരിക അവയവങ്ങളൊക്കെ ഇല്ലെങ്കിൽ പോലും ഹല്ലേലൂയ, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവം നമ്മളെ പെർഫെക്റ്റ് ആക്കി മാറ്റും. നമുക്കൊരു മഹത്വമുള്ള ശരീരം വരും. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ! ഈ താൽക്കാലികമായ ജീവിതത്തിനപ്പുറത്ത് മഹത്വകരമായ ചിലത് കർത്താവ് നമുക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, നമുക്ക് കർത്താവ് ഈ മാനമേഘത്തിൽ വരുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അതിൻ്റെ മറ്റൊരു പ്രത്യാശയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ വിട്ട് കർത്താവിനോട് ചേർന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ! നമുക്ക് അവരാദ്യം എടുക്കപ്പെടും. Then you will go and meet them. നമ്മൾ അവരെ പോയി കാണും. ശേഷിക്കുന്ന നാം ഹല്ലേലൂയ, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരും. നമ്മൾ ഈ ഭൂമിയെ വിട്ടുപോകും. സ്തോത്രം! ഇത് കേട്ട് അത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമെന്ന് എനിക്കറിയുന്നില്ല. ഹല്ലേലൂയ! ആമേൻ. ചിലരൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഭൗതിക നന്മകളെ ഓർത്ത് ദൈവം തരുന്ന ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ ഓർത്ത് ആമേൻ ഒരുപക്ഷെ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ ഇതിനപ്പുറത്ത് ഒരു വാഗ്ദത്തം ദൈവമക്കൾക്ക് കിട്ടാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയ കണ്ണുകൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ തുറക്കട്ടെ. അതെ, യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും, ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ യേശു പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യരാകും. അപ്പോൾ മറ്റൊരു പ്രത്യാശ, ഹല്ലേലൂയ, മഹോത്തരമായ പ്രത്യാശ, the living hope, is that you will become like Jesus Christ. യേശുവിൻ്റെ സദൃശ്യരായി തീരും, അവനോടുകൂടെ ഇരിക്കും. അപ്പോൾ അനവധി പ്രത്യാശകൾ ദൈവവചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ വരച്ചു കാണിക്കുമ്പോൾ, ഇന്ന് ഏതെങ്കിലുമൊക്കെ ഭാരത്തോടെയോ ദുഃഖത്തോടെയോ വേദനയോടെ ചിലരൊക്കെ വേർപാടിൻ്റെ ദുഃഖത്തിലൊക്കെ കഴിയുന്നവരുണ്ടെങ്കിൽ, ആർക്കും നിങ്ങളെ മുറിവ് കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും സ്തോത്രം, ദൈവം തരുന്ന പ്രത്യാശ നമ്മുടെ മുറിവുകളെ ഉണക്കുന്നതാണ്. സ്തോത്രം! മറ്റൊന്ന് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ വെളിപ്പെടും.
അതെ, കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ വെളിപ്പെടും. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ജനം, അവർക്ക് കർത്താവിനെ താഴ്ചയിലാണ് യേശു വന്നത്. അതെ, ഒരു യേശു ക്രിസ്തു ജനിക്കുമ്പോൾ അറിയാൻ മേലാത്ത അവരുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം, കർത്താവിന് ഒരു വാതിൽ പോലും തുറന്നില്ല, ജനിക്കുവാനൊരു സ്ഥലം കൊടുത്തില്ല, അത് കാലിത്തൊഴുത്തിൽ പോലും ജനിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചില വേദപണ്ഡിതന്മാർ പറയുന്നു. ആ കർത്താവ് വളരെ താഴ്ന്ന നിലയിൽ ആണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ വഴിയിൽ പ്രസവിച്ചിട്ട് തൊഴുത്തിൽ വെക്കപ്പെട്ടിരിക്കാം എന്ന് കരുതുന്നു. ക്രൂശിൽ ആമേൻ കടന്ന കർത്താവ് ജീവനെ കൊടുക്കുമ്പോൾ അവൻ്റെ ശരീരത്ത് സ്തോത്രം മനുഷ്യനെന്ന് തോന്നാത്ത വണ്ണം അവൻ വിരൂപനായി തീർന്നു. ഒരുപക്ഷെ ശരീരത്തിൽ വസ്ത്രം പോലും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അത്രയ്ക്കും ആമേൻ അവനെ നിഷ്ഠൂരമായി അവർ തകർക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഹല്ലേലൂയ, ഇനി കർത്താവ് വരാൻ പോകുന്ന മഹത്വത്തിലാണ്. തിരുവചനം പറയുകയാണ്, ആമേൻ അവൻ മേഘാരൂഢനായി വരും. എങ്ങനെയാ വരുന്നത്? യേശു പോയി അവിടെ പറഞ്ഞു, യേശു എടുക്കപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1:9 വായിക്കുമ്പോൾ കാണുന്നു, കർത്താവായ യേശു ക്രിസ്തു അതൊരു കെട്ടുകഥയല്ല, ഇത് സംഭവിച്ച കാര്യമാണെന്ന് വിശ്വാസത്തിൽ മാത്രമേ ഇത് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. യേശുവിനെ യഥാർത്ഥത്തിൽ അറിയുന്നവർക്കറിയാം. ഹല്ലേലൂയ, യേശു നിന്ന നിപ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എടുക്കപ്പെട്ടു. അപ്പോൾ എടുക്കപ്പെടുന്ന യേശു മുകളിലേക്ക് പോകുമ്പോൾ അവർ മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോൾ പിന്നെ യേശു ആവൻ ഒരു മേഘം വന്ന് കർത്താവിനെ മൂടിപ്പോയി. അപ്പോൾ ഇവര് നിരാശരായി നിൽക്കുകയാണ്. കർത്താവ് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഈ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിനാണ്? സ്തോത്രം, നിങ്ങളെ കർത്താവ് വിട്ടുപോയി, പക്ഷേ ഈ കർത്താവ് വാനമേഘത്തിൽ തന്നെ മടങ്ങി വരും. ജീസസ് വിൽ കം ബാക്ക്. ഹല്ലേലൂയ, അവൻ വരുന്നത് പോയതുപോലെ തന്നെ യേശു വരും. പക്ഷെ അവൻ വരാൻ പോകുന്ന മഹത്വത്തിലായിരിക്കും. സ്തോത്രം, മഹത്വത്തിൽ ആമേൻ. കർത്താവ് 40 ദിവസത്തോളം ഏകദേശം 500 പരം വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവ് പ്രത്യക്ഷനായി. അവർ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവായ യേശു ക്രിസ്തു ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവം ഇന്നും അത്ഭുതം ചെയ്യുന്ന ദൈവം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും യേശു അത്ഭുതം ചെയ്തു. പുസ്തകത്തിൽ എഴുതാത്തത് പോലും ആമേൻ അതിനും അധികമായ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു, അധികമായ അടയാളങ്ങൾ ചെയ്തു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്നും കർത്താവ് അനവധിയായിട്ടുള്ള ആമേൻ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. അപ്പോൾ തിരുവചനം പറയുകയാണ്, റെവലേഷൻസിൽ അല്ലെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ പോകുമ്പോൾ അവൻ്റെ മഹത്വത്തിലാണോ കാണുന്നതെന്ന് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു. പക്ഷേ പിന്നീട് റെവലേഷൻസ് വെളിപ്പാട് പുസ്തകം 1:7 പത്മോസിൽ കിടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഏകാന്ത തടവിൽ, ഇനി ജീവിതത്തിൽ പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ് അടച്ചിട്ട ഒരു ദ്വീപിനകത്ത് അസ്ഥികൂടങ്ങൾ മാത്രമുള്ളൊരു സ്ഥലത്ത് കടന്നുപോയ ആരും ഇന്നുവരേക്കും ജീവനോടെ മടങ്ങി വന്നിട്ടില്ല എന്ന് വിഷമം ചിന്തിക്കാം. അവിടെ കിടക്കുന്ന യോഹന്നാന് വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ പറ്റി ദൈവത്തിന്റെ വെളിപ്പാട് ആമേനോടെ കൊടുക്കുകയാണ്. 12 പേരിൽ ഒരുവൻ മാത്രം ജീവനോടെ ശേഷിക്കുമ്പോൾ ലഭിച്ച ഒരു ദൈവിക വാഗ്ദത്തം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ല എന്ന് ചിലർ പറയുന്നു. സ്തോത്രം. അവിടെ പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ വരുവോളം ഈ യോഹന്നാന്റെ മാർവോട് ചേർന്ന് കിടന്ന യോഹന്നാൻ അവൻ ഇരിക്കേണ്ടതിന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്ന് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ഇവൻ മരിക്കുകയില്ല, ഇവൻ ഏലിയാവിനെ പോലെ എടുക്കപ്പെടുമെന്ന് ചിലർ ചിന്തിച്ചവരുണ്ട്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയെ കണ്ടിട്ട് ആമേൻ തൻ്റെ കണ്ണ് അവസാനമായി അടയുകയുള്ളൂ എന്ന് ആണ് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ പത്മോസിൽ കിടക്കുന്ന യോഹന്നാന് കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടു. 1:12 കിട്ടിയെങ്കിൽ നമുക്ക് വേഗത്തിൽ വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. അപ്പോൾ സമയമുള്ളപ്പോൾ അറിയാവുന്നവരാണ്, ഉണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇല്ലെങ്കിൽ റെവലേഷൻസ് വായിച്ച 1-ാം അധ്യായത്തിൽ പത്മോസിൽ കിടക്കുമ്പോൾ ആത്മവിവശനായിരിക്കുന്ന ഒരു യോഹന്നാന്റെ അടുക്കൽ
മഹത്വത്തിൽ കടന്നു വരുന്ന യേശുവിനെ പറ്റിയുള്ള രൂപത്തെയും ഭാവത്തെയും വർണ്ണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ തിരിഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണും പഞ്ഞ്, അവൻ്റെ തല പഞ്ഞു പോലെയും വെളുത്ത പഞ്ഞു പോലെ, അല്ലെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത വണ്ണമാണെന്നും എല്ലാം നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മഹത്വത്തിൽ ഒരുപക്ഷെ കർത്താവിനെ യോഹന്നാൻ മാത്രമായിരിക്കാം കണ്ടിരിക്കുന്നത്. ചിലരൊക്കെ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സ്വതാ യേശു ആണെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ യേശു വെളിപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിനെ യഥാർത്ഥത്തിൽ ആമേൻ ക്രൂശിൽ മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തോളം കടന്നുപോയി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, ആ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ ജീവിതം കൊടുത്തെങ്കിൽ, ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി യേശു മടങ്ങി വരും. സ്തോത്രം. അത് നമ്മുടെ പ്രത്യാശയാണ്. ആ പ്രത്യാശയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. പിന്മാറ്റത്തിൽ പോയവരുണ്ടെങ്കിൽ മടങ്ങി വാ. ഒരൊറ്റ പ്രത്യാശ മതി. നിരാശരായിരിക്കുന്ന ആരെങ്കിലും മടങ്ങി വാ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മടങ്ങി വരാൻ പോവുകയാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ എല്ലാം മിസ് ചെയ്യാം. ആമേൻ. കർത്താവ് വീണ്ടും വരും. അവൻ വരുന്നത് ആമേൻ പലരും കാണാതെ കള്ളൻ വരുന്ന പോലെയാണെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ശുഭമായൊരു ഭാവി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത അനർത്ഥങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. ഒരുപക്ഷെ എത്തിപ്പെടാമെന്ന ചിന്തിച്ച മണ്ഡലങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പലതും കരങ്ങളിൽ കിട്ടാമെന്ന് വിചാരിച്ച കരങ്ങൾ കിട്ടിയത് പലതും നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ വലിയ നഷ്ടത്തിലാണ്, നിങ്ങൾ വലിയ കഷ്ടത്തിലാണ്. പക്ഷേ ഒറ്റ പ്രത്യാശ നിങ്ങൾ കളയരുത്. അത് യേശു ക്രിസ്തു വരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയുണ്ട്, ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അത് മാത്രമല്ല, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടപ്പെട്ടു പോയ, പക്ഷേ ശുശ്രൂഷകളിൽ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയവരുണ്ടായിരിക്കാം. UK പോകാൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു, അമേരിക്കയിൽ പോകാൻ കഴിയാൻ സാധിച്ചില്ല എന്നൊക്കെ ചിന്തിച്ച്, നല്ല ജോലി ഉയർച്ച കിട്ടാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ആമേൻ പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ പോട്ടെന്ന്. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്നുള്ളതാണ്. അല്ല, അത് പോയാൽ പിന്നെ ബാക്കിയെല്ലാം കിട്ടിയിട്ടും കാര്യമില്ലെന്ന്. അപ്പോൾ ഒരു വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നത്. ഇത് പലരും വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയാറുണ്ട്. നിങ്ങളുടെ യേശു വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അത് വന്നുകൊണ്ടിരിക്കും ഇനി. ഇപ്പോൾ പലയിടങ്ങളിലായി യേശു ക്രിസ്തുവിനെ വളരെ പരസ്യമായി കുത്തുകാഴ്ചയാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ദൈവപ്രവർത്തികൾ അനവധി സ്ഥലങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിന് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ മുന്നേറ്റം ആമേൻ അത് നടക്കുമ്പോൾ, വിശാലതകൾ കടന്നു വരുമ്പോൾ ശത്രു അതിനെതിരെ എഴുന്നേൽക്കും, ഇല്ലെങ്കിൽ ഉറങ്ങും. ഹല്ലേലൂയ. സഭ ഉറങ്ങിയാൽ ആമേൻ സ്തോത്രം, ശത്രുവിന് പിന്നെ വലിയ ജോലിയൊന്നും കാണത്തില്ല. പക്ഷെ സഭ എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ശത്രുവിൻ്റെ ഉറക്കം നഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് പ്രത്യാശയില്ലാത്തവരുണ്ടെങ്കിൽ, പഴയ നിയമത്തിൽ പോലും അന്നുണ്ടായിരുന്ന അനവധി പേർക്ക്, ഭക്തന്മാർക്ക് ആ പ്രത്യാശ ജീവിതത്തിലുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു അബ്രഹാമിന് മുമ്പുണ്ടായിരുന്ന ഹാനോക്ക്. പ്രവാചകനായ ചിലർ പറയുന്നു, യൂദായുടെ ലേഖനം അതിൻ്റെ 15 പറയുന്നു. യൂദായുടെ ലേഖനം കിട്ടിയെങ്കിൽ നമുക്ക് തുറക്കാം. അതിൻ്റെ ഒറ്റ അധ്യായമേ ഉള്ളൂ. അതിനകത്ത് 15-ാം വാക്യത്തിൽ യൂദ എഴുതി വെക്കുകയാണ്. യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അല്ല. ആരെങ്കിലും അറിയാൻ പറ്റാത്തതുണ്ടെങ്കിൽ ആ യൂദാസ് അല്ല ഇത്. യേശുക്രിസ്തുവിന്റെ ബാധ്യ സഹോദരനായ യൂദായാണ്. അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഈ കർത്താവ് ദൈവം എത്രയോ നല്ലവനാ, ആ യൂദായ്ക്ക് പോലും ലേഖനം എഴുതാൻ അവസരം കൊടുക്കുന്നത് അല്ല. അങ്ങനെ അവസരം ദൈവം കൊടുത്തിട്ടില്ല. സ്തോത്രം. ഈ യൂദ വേറെയാണ്. ആമേൻ സ്തോത്രം. ഇത് വിശുദ്ധനായ യൂദ പറയുകയാണ്. ആമേൻ. ഇതാ വായിച്ചു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കേട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകനായിരുന്നു ഹാനോക്ക് ജീവിച്ചൊരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. മരിച്ചവരുടെ ഒരു വലിയ ലിസ്റ്റ് ഹാനോക്ക് ജീവിച്ച കാലഘട്ടങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് കാലമൊന്നും ഹാനോക്ക് ജീവിച്ചില്ല. സ്തോത്രം. ഹാനോക്ക് ജീവിച്ചത് കേവലം 365 വർഷം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ 1000 വർഷം വരെ ജീവിച്ചവരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചിന്തിച്ചാൽ ഹാനോക്ക് ഒരുപാട് ജീവിച്ചെന്ന് നമുക്ക് തോന്നിയേക്കും. പക്ഷേ അന്നുള്ളവർ പറയും ഹാനോക്ക് അല്പം മാത്രമേ ജീവിച്ചുള്ളൂ, ഒരുപാട് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. സ്തോത്രം. ആമേൻ. ജീവിക്കുന്ന കാലഘട്ടം കർത്താവിന് കൂടെ നടക്കാൻ തയ്യാറാകണം. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് തയ്യാറാകാം. ഹാനോക്ക് എടുക്കപ്പെടുകയാണ്. സ്തോത്രം.
കാരണം ഹാനോക്ക് ദർശനം കണ്ടിരുന്നു. ഹാനോക്കിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, കർത്താവിനെ യഥാർത്ഥത്തിൽ ഹാനോക്ക് ഒരു ആത്മീയ അനുഭവം ഹാനോക്കിന്റെ ജീവിതത്തിൽ എവിടെ വന്നിരുന്നു. വളരെ പാപകരമായ സാഹചര്യവും ചുറ്റും പാപമംഗലമായ ഒരു ലോകവും നടക്കുമ്പോൾ, ഒരു വേദപുസ്തകം വായിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിശുദ്ധനായി ജീവിക്കാൻ തീരുമാനിച്ച ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു വന്ന് തിരുവചനം പറയുകയാണ്. ആമേൻ. 365 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഹാനോക്കെ, നിനക്ക് ഈ ഭൂമിയിൽ നിന്റെ സ്ഥലം എവിടെയല്ല, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് ദൈവം തീരുമാനിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഹാനോക്കിനെ കണ്ടില്ല. അതാണ് എടുക്കപ്പെടൽ. സ്തോത്രം. ഒരു സമയമാകുമ്പോൾ, ഒരു ദിവസമാകുമ്പോൾ, രാത്രിയാണോ പകലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. നമ്മൾ ഇവിടെ ആയിരിക്കേണ്ടവരല്ല, ദൈവം നമുക്ക് വേണ്ടി ചിലത് മഹത്വത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അബ്രഹാം പിതാവ്, വിശ്വാസികളുടെ പിതാവായത് ആമേൻ അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ട് മാത്രമല്ല, ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചെന്നു അപ്പുറത്ത് മെസൊപ്പൊത്താമിയയിൽ അതെ അവിടെ വിഗ്രഹങ്ങളുടെ മധ്യേ ആമേൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിലർ പറയുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ തേജവാനായ ദൈവം അബ്രഹാം കണ്ടു. അബ്രഹാമിന് ദർശനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ദർശനം? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരമുണ്ടെന്ന് എബ്രഹാം കണ്ടു. ആ ഒരു വ്യക്തമായ ഒരു ദർശനം എബ്രഹാമിനുണ്ടായിരുന്നു. നമ്മുടെ ദർശനം ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, ഒരു വിശ്വാസിയുടെ ദർശനം ഭൂമിക്കകത്ത് ഒതുങ്ങുന്നതല്ല. ഹല്ലേലൂയ. ഇത് ഭൂമിക്ക് അപ്പുറമാണ്. ഹല്ലേലൂയ. ഇത് ജീവിതത്തിന് അപ്പുറമാണ്. നിങ്ങളുടെ ആയുസ്സിനൊരു പരിമിതിയുണ്ട്, പക്ഷേ ആ അതിനപ്പുറത്തൊരു ലോകം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ഗ്രഹിച്ചിട്ടില്ല ദൈവം തന്റെ ജനത്തിന് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത്. അത് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രത്യാശാതായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ പലപ്പോഴും വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് അന്ത്യനാളുകൾ ചോദിക്കുമ്പോൾ ഈ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം. പലയിടങ്ങളിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന പ്രതിബിംബമായി പ്രതിരൂപമായി കാണിക്കുന്ന അനവധി സംഭവങ്ങൾ പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്കെല്ലാം നമുക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ അതിലൊന്ന് സൊദോം ഗൊമോറയായിരുന്നു. അന്ന് ഈ കാലഘട്ടങ്ങൾ നടക്കുന്ന ചില കാര്യങ്ങളെ വ്യക്തമായത് കാണിക്കുന്നുണ്ട്. ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് നിയമമാക്കി മാറ്റുമ്പോൾ, സ്തോത്രം, അതിന് നേരെ ദൈവം ഇറക്കിയത് മഴയല്ലായിരുന്നു. അതിന് സൊദോം ഗൊമോറയിലേക്ക് അയച്ചത് തീയും ഗന്ധകവുമായിരുന്നു. ഒരൊറ്റ മനുഷ്യൻ പോലും ശേഷിച്ചില്ല. തിരിഞ്ഞു നോക്കിയ ദൈവഭക്തന്റെ ഭാര്യ ഉപ്പുതൂണായി ഇന്ന് നിൽപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക, പഴയ നിയമ കാലഘട്ടങ്ങളിലും ഒരു കർത്താവിന്റെ വരവുണ്ടെന്ന് അത് വിട്ട് ഓടുന്ന ഓടിപ്പോകുമ്പോഴും അവരെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ദൈവം എത്തിക്കുന്നുണ്ട്. അപ്പോൾ നോഹയുടെ കാലഘട്ടങ്ങളിലും നമുക്കറിയാം, നോഹയുടെ ജലപ്രളയത്തെ പറ്റി യേശു പറയുന്ന മനുഷ്യപുത്രന്റെ വരവും അതുപോലെ ആയിരിക്കും എന്ന് യേശു പറയുന്നുണ്ട്. നോഹയുടെ കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ ഹൃദയത്തിലുള്ള മനോനിരൂപണങ്ങൾ ദോഷമുള്ളെന്ന് യഹോവ കണ്ടു. അവന്റെ പാപം പെരുകി. മഴ പെയ്യുമെന്ന് നോഹ പറഞ്ഞു. ഇന്നിപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. നോഹയുടെ കാലഘട്ടത്തിൽ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം അന്ന് വരെ ഭൂമി മഴ പെയ്തിട്ടില്ല. ഭൂമിയെ നനയ്ക്കാൻ താഴെയുന്ന ഫൗണ്ടൻ മുകളിലോട്ട് പോലെ വെള്ളം വന്നുകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. ദൈവവചനത്തിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു വ്യക്തി വിളിച്ചു പറയുകയാണ് മഴ വരാൻ പോവുകയാണെന്ന്. ആമേൻ. അപ്പോൾ പലരും ചിരിച്ചു കാണും. നോഹ ഒരു പെട്ടകം പണിതു. 120 വർഷത്തോളം നോഹ ഇറങ്ങി ജനത്തോട് പ്രവചിച്ചു. ആമേൻ. ഒരു പ്രളയം വരും, ഈ പെട്ടകത്തിനകത്ത് നിങ്ങൾ കയറിക്കോ. പലരും പറഞ്ഞു ഇദ്ദേഹത്തിന് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞു കാണും. പലരും നോഹ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് കളിയാക്കി കാണും. ഇന്ന് പുസ്തകവും പിടിച്ചുകൊണ്ട് അനവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ, ആമേൻ, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാകണം. ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് കേൾക്കാത്ത അനവധി പേരുണ്ട്. ഇത് കേൾക്കുവാനൊരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ആ പ്രളയത്തിൽ പെട്ടുപോകുവാനല്ല, വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തീക്കകത്ത് അമർന്നു പോകുവാനല്ല,
ബിക്കോസ് ഗോഡ് ലവ്സ് യു. അതുകൊണ്ടാണ് ഇത് കേൾക്കുവാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ദൈവം എന്നെ വിളിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈജിപ്തിൽ കടന്ന ജനത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടിരുന്നതും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു വിടുതൽ, ഒരു എക്സഡസ് ആയിരുന്നു. നമുക്കും ഒരു എക്സഡസ് ഉണ്ട്. ദൈവമക്കൾക്ക് ഒരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു സിയോൻ, ആമേൻ, സിയോൻ, ആമേൻ, ദേശമുണ്ട്. നമുക്ക് സ്വർഗ സിയോനെ നോക്കിയാണ് നമ്മുടെ ഈ മറുയാത്ര. അപ്പോൾ യെരിഹോയെ നോക്കുക. യെരിഹോയും ഒരു പ്രതിരൂപമായി നിൽക്കുകയാണ്. യെരിഹോയ്ക്കകത്ത് രാഹാബ് എന്ന വേശ്യ, ആമേൻ സ്തോത്രം, പലരും തള്ളിക്കളയാമായിരുന്ന സ്ത്രീ, ആമേൻ, കർത്താവ് അവരെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. കാണണം, അവരെ ദൈവം വിടുവിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ടായിരുന്നു. അവര് തൻ്റെ കിളിവാതിൽ നിന്നും പുറത്തേക്കിട്ടൊരു ചുവന്ന അങ്കിയായിരുന്നു. അത് സ്കാർലറ്റ് ത്രെഡ് ഓഫ് റിഡംഷൻ എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്ത അടയാളത്തെ സൂചിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ അതേ ലീനിയേജിൽ ആ വ്യക്തിത്വവും അവിടെ പേരെഴുതി വെച്ചിരിക്കുന്ന സ്ത്രീകൾ ഒരാളാണ്. അപ്പോൾ ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര നീച പാപിയാണെങ്കിലും അവൻ രക്ഷിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളും ആമേ, നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു നല്ല കർത്താവ് ഇന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് വീണ്ടും പോകാം. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും അതേ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യാശയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. എബ്രായക്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർക്കും നമുക്കും ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. അപ്പോൾ രക്ഷ, സ്തോത്രം, അമേരിക്കയിൽ പോയാലല്ല, അവൻ മറ്റെന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം കിട്ടിയാൽ താൽക്കാലികമാണതെല്ലാം. ഒരു ദിവസം ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നൊരു ദിവസമുണ്ട്. പക്ഷേ വരാൻ പോകുന്ന ഒരു വലിയ ദൈവിക ഒരു ദൈവത്തിൻ്റെ കോപം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ അനവധി സ്ഥലങ്ങളിലും കാണുകയാണ്. അപ്പോൾ അത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവസഭ അവിടെ ആ ഒരു ജഡ്ജ്മെന്റ്, ആ ന്യായവിധിയിലായി പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മലാഖി എന്ന പ്രവാചകൻ 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഇടയനെ പോലെ കർത്താവ് വളരെ സ്നേഹനിധിയായ ജീവൻ കൊടുക്കുന്ന ഒരു ദൈവമായി കർത്താവ് വെളിപ്പെട്ടു. വളരെ താഴ്മയിൽ കർത്താവ് വന്നു. ശരിയാണ്, ഒരു കുഞ്ഞാടായി കർത്താവ് തീർന്നു. രോമം കത്തിരിക്കാൻ പോകുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവായ യേശുക്രിസ്തു നിന്നു. പക്ഷേ നല്ലൊരു സമരിയാക്കാരനായി കർത്താവിനെ നമ്മൾ കാണുകയാണ്. ആര് വന്നാലും സൗഖ്യമാക്കാൻ താല്പര്യമുള്ളവർക്ക് സൗഖ്യം കൊടുത്തവൻ, വിശ്വസിച്ചാൽ എല്ലാവരും സൗഖ്യമാക്കിയവൻ, അനവധി സ്ഥലങ്ങളിൽ മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അനവധി വിധവമാരുടെ കണ്ണീരിനെ തുടച്ചവൻ, ഹല്ലേലൂയ, അനേകരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കൊടുത്തവൻ. ആ കർത്താവ് വീണ്ടും വരുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ വരാൻ ഇപ്പോൾ കർത്താവ് ആയിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു വക്കീലായിട്ടാണ്. ദൈവസന്നിധിയിൽ ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവനായി കർത്താവ് നിൽക്കുകയാണ്. ഏത് പാപവും എത്ര വലിയ കഠോരമായ പ്രവൃത്തിയും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നാമത്തിൽ നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ ആ നിമിഷത്തിൽ ഒരു പാപക്കടത്തെ ചീട്ടിനെ കീറിക്കളയുവാൻ, ആ പാപത്തെ തുടച്ചു നീക്കുവാൻ കഴിയുന്ന പരിശുദ്ധ രക്തം ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു വരാൻ പോകുന്നത് ന്യായാധിപനായിട്ടായിരിക്കും. അവിടെ യാതൊരു കരുണയുമില്ലായിരിക്കും. അവൻ റൈറ്റസ് ആയിട്ട്, അവൻ നീതിയോടെ വിധിക്കും. ആമേൻ. അതിൻ്റെ മുമ്പിൽ, ആ ഒരു ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുവാൻ എത്ര പേർക്ക് സാധിക്കുമെന്ന് ആമേൻ വിധിക്കുവാൻ ഞാൻ ആളല്ല. ദൈവമാണ് അന്തിമ വിധി ചെയ്യാൻ പോകുന്നത്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ പേടിപ്പിക്കാൻ പറയുകയല്ല,
ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയുവാൻ വേണ്ടി മാത്രം പറയുകയാണ്. പക്ഷേ കാര്യങ്ങൾ കർത്താവ് വളരെ സിമ്പിളാക്കിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 25:41 വായിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നു, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അവിടെ ന്യായവിധിയിൽ നിൽക്കുമ്പോൾ നിത്യാഗ്നിയിലേക്ക് ഒരു കൂട്ടം ജനം പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അത് കർത്താവിൽ വിശ്വസിക്കാത്തവർ, അതെ, അവര് ദൈവത്തിൻ്റെ ന്യായവിധിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കൂട്ടം ജനത്തെ കർത്താവ് വലത്ത് ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്, ആടുകളും ചെമ്മരിയാടുകളുമാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ ഇത് കേൾക്കുന്ന ഒരുപക്ഷെ നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നില്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ മാനവരാശി മുഴുവൻ വന്ന് നിൽക്കുമെന്ന് തിരുവചനത്തോട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ നിൽക്കുന്ന ന്യായവിധിക്കുള്ളിൽ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിന്നൊരു ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ഗ്യാരണ്ടി ഇല്ല. ഹല്ലേലൂയ. യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞാൽ, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആമയിലൂടെയുള്ള ദൈവിക വചനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയാൽ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന്, ഒരു ഉറപ്പുണ്ടെന്ന്, ഒരു രക്ഷയുണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയാം. ഞാൻ ആരെയും വിധിക്കാൻ പറയുന്നത് ഞാൻ തയ്യാറാകത്തില്ല, എനിക്ക് സാധിക്കുകയില്ല, ഒരു മനുഷ്യനും സാധിക്കത്തില്ല. പക്ഷേ അന്തിമവിധി ദൈവത്തിൻ്റെ കരങ്ങളാണ്. ആ അന്തിമ വിധിക്ക് മുമ്പിൽ ആരും വന്ന് നിൽക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ആമേൻ. അപ്പോൾ രക്ഷ, ഒരു വലിയ രക്ഷ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിലും ഈ ശബ്ദം നമ്മുടെ വചനം കേൾക്കുമ്പോൾ ഇത് നമുക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നതാണ്. കർത്താവിനെ ഞാനും നിങ്ങളും അറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ആ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് ആയിത്തീർന്നുവെങ്കിൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയ ആ പ്രത്യാശ ഇന്ന് നമുക്ക് മറ്റെങ്ങും പോകുവാനല്ല. മുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പലർക്കും ആ ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് മാറി. പോകുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പ്രശ്നം. ഓസ്ട്രേലിയ പോയ പ്രശ്നമാണ്, ന്യൂസിലൻഡിൽ പോയ പ്രശ്നമാണ്, അങ്ങനെ അമേരിക്ക പോയ അതിലും വലിയ പ്രശ്നം, UK പോയ ഇപ്പം അതിലും വലിയ പ്രശ്നം. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ പോകാനൊരു സ്ഥലമുണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൂടെ പോകാനാ. അതെ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 നമുക്ക് പോകാം. നമുക്ക് പോകാൻ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് മുഴുവൻ പറയാൻ പറ്റത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊരു യാത്രയ്ക്ക് ഒരുങ്ങാം. അവിടെ യേശു പറയുകയാണ്, ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ മടങ്ങി വരും. യേശു പറഞ്ഞു, ഞാൻ മടങ്ങി വരും. മടങ്ങി വരുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. ആമേൻ. അല്ലെങ്കിൽ യേശു അങ്ങ് പോയാൽ മതിയായിരുന്നു. പലരും പോയിട്ട് പിന്നെ പലരും കണ്ടിട്ടില്ല. പക്ഷേ കർത്താവ് അങ്ങനെയല്ല, പോയാൽ മടങ്ങി വരും. ഇന്ന് പലരെയും പറഞ്ഞ് അനവധി പേര് ആമേൻ ഇനിയും കാണാം, ഇനിയും വിളിക്കാമെന്ന് പറഞ്ഞ പലരും വിളിച്ചിട്ടില്ല. സ്തോത്രം. പക്ഷെ അവരെ പോലെയല്ല നമ്മുടെ കർത്താവ്, നമ്മളെ മറക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നന്മ കിട്ടിയ പലരും മറക്കും ദൈവത്തെ, പക്ഷേ ഏറ്റവും വലിയ നന്മ കിട്ടിയ യേശുവിനെ നമ്മളെ മറക്കാൻ കഴിയത്തില്ല. പിതാവിൻ്റെ സന്നിധാനത്തിൽ മഹിമയിൽ ഇരിക്കുന്ന കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ. കിട്ടിയെങ്കിൽ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നിങ്ങൾ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ. വിശ്വസിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. അതുകൊണ്ട് യേശു ആദ്യം പറയുകയാണ്, വാട്ട് യു നീഡ് ഈസ് ഫെയ്ത്ത്. ആദ്യം തന്നെ വിശ്വാസം വേണമെന്ന്. ഇത് കേവലം വെറും ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പക്ഷേ നടന്നേക്കാം, നടന്നില്ലായിരിക്കാം എന്ന് ചിന്തിക്കുന്നൊരു കാര്യമല്ല ഇത്. ആമേ, ഇത് കർത്താവ് യേശുക്രിസ്തു ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു വന്നിരിക്കും. സ്തോത്രം. പക്ഷെ അത് വിശ്വസിക്കണം. ആ വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ആ വിശ്വാസം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഉറപ്പിച്ച് കർത്താവ് 2 പ്രാവശ്യം പറയുന്നു. അപ്പോൾ സ്വർഗത്തിൽ ഇത്രയും പേര് പോയാൽ എങ്ങനെ സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർ പോലുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് വാസസ്ഥലങ്ങളുണ്ട്. എത്ര പേര് വന്നാലും അവിടെ ഇരിക്കാം. എത്ര പേര് വന്നാലും ഉള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അതോർത്താരും പോകാതിരിക്കേണ്ട. ആമേ, നമുക്കവിടെ സുരക്ഷിതമുണ്ട്. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി മഹത്വമേറിയ ചിലത് കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു വിശ്വാസം വേണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകാം. ആരെങ്കിലും നിരാശയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകും.
ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകും. കാരണം വിശ്വാസ വീരന്മാരുടെ പട്ടിക എബ്രായക്കാർക്ക് ലേഖനത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ, അനവധി വിശ്വാസത്താൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, നമുക്ക് ഈ യാത്ര പോകണമല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എല്ലാം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആമേൻ ഇതിനെപ്പറ്റി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി ഞാൻ വലിയൊരു വല്ല ആഴമേറിയ സ്റ്റഡിയിലേക്കല്ല പോയ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ചില ദൈവിക വെളിച്ചങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യാശ ഇന്ന് കർത്താവ് നമുക്ക് നൽകട്ടെ. അപ്പോൾ വിശ്വാസം 11:7 ഹെബ്രായക്കാർക്ക് ലേഖനം 11:7 ഇങ്ങനെ പറയുന്നു. എന്താണ് പറയുന്നത്? നോഹ അതുവരെ അവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. അപ്പോൾ നോഹ വിശ്വസിച്ചു. നോഹ എന്ത്? ദൈവം നീതിമാനാണ്. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നിന്നു. വിശ്വാസത്തോടെ മാത്രമല്ല, വിശ്വസ്തത കൂടി ചേരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം വരുന്നത്. അതിനപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഹാനോക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഹാനോക്കിനെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹാനോക്കിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അതെ, ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. സ്തോത്രം. മുഖസ്തുതി പറഞ്ഞല്ല, ജീവിതം കൊണ്ട് അവൻ കർത്താവിനെ പ്രസാദിപ്പിച്ചു. അതിലേക്ക് നമുക്ക് കൂടുതൽ വരാം. അപ്പോൾ വിശ്വാസത്താൽ ആണ് അവകാശിയായത്. ആദ്യം തന്നെ നമുക്ക് വിശ്വസിക്കാൻ തയ്യാറാകണം. രണ്ടാമത് പല കാര്യങ്ങളുണ്ടെങ്കിലും മറ്റൊരു കാര്യം, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് പലർക്കും മനഃപ്പാഠമായൊരു വേദഭാഗമാണ്. അവിടെ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നവർക്ക് ന്യായവിധിയില്ല എന്ന ദൈവത്തിൻ്റെ വചനം പറയുക. മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ ആയിത്തീരുക, യേശു ക്രിസ്തുവിനെ മാത്രം രക്ഷകനും നായകനും കർത്താവുമായി ജീവിതത്തിൽ ഏറ്റെടുക്കുക. മറ്റേതെങ്കിലും മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ ആമേൻ നമുക്കൊരു ന്യായവിധി, നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ സാധിക്കുമോ എന്ന് എനിക്ക് ദൈവവചനത്തിൽ അല്ല എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലായിത്തീരണം. യേശു ക്രിസ്തു നമ്മളിലായിത്തീരണം. നാം യേശു ക്രിസ്തുവിലായിത്തീരണം. അവിടെ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിലായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിനെ രക്ഷകൻ നായകനുമായി സ്വീകരിച്ച് ദൈവവചനത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഒരു ഛായയിലേക്കും സ്വഭാവത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ക്രിസ്തുവിലായി തീരുകയാണ്. അതിൽ അനവധി കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിക്കിടപ്പുണ്ട്. ക്രിസ്തുയേശുവിൽ ആയവർക്ക്, those who are in Christ Jesus, അവർക്കാണ് ശിക്ഷാവിധിയിൽ നിന്നും അവർക്ക് രക്ഷയുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ജനമായി തീരുമ്പോൾ നമുക്ക് വേണ്ടി രക്തം ഊറ്റിക്കൊടുത്തവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ആരും നമുക്ക് വേണ്ടി രക്തം കൊടുത്തിട്ടില്ല. രക്തം കൊടുത്താൽ പോലും ആ രക്തത്തിന് ഒരാളുടെയോ 2 പേർക്ക് വേണ്ടി മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. മാനവരാശിയുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി രക്തം കൊടുത്തവൻ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതേ റെവലേഷൻ 7:9 പറയുകയാണ്, എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ളയങ്കി ധരിച്ച് കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പായി നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനം ഇരിക്കുന്നവനായ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ദാനമെന്ന് അവർ ആർത്തുകൊണ്ട്. ഇവരാരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് അവര്
ആമേൻ, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളെ അങ്കി വെളുപ്പിച്ചവരാണ്. അപ്പോൾ ഈ കർത്താവ് യേശു ക്രിസ്തുവിൻ ആയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 3:3 പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെ ആയിരിക്കുന്നുവെങ്കിൽ മാത്രമേ, യേശു ക്രിസ്തുവിൽ ആയവൻ മാത്രമേ, യേശു ക്രിസ്തുവാകുന്ന ശരീരത്തിനുള്ളിലായ ദൈവസഭയായിരിക്കുന്ന കർത്താവിൻ്റെ ആ എക്ലീസിയാസ്റ്റിക്കൽ സാർവത്രിക സഭയായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാനും നിങ്ങളും ആയിട്ടില്ലെങ്കിൽ, അത് ഞാനും നിങ്ങളുമല്ല, സ്തോത്രം, ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവാകുന്ന സാർവത്രിക സഭ ആ ശരീരത്തിനുള്ളിൽ നമ്മളായിത്തീരണം. ആയിത്തീരുന്നത് നമ്മൾ ആ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുക. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നുകൂടെ തൊട്ട് പോവുകയാണെങ്കിൽ അറിയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. 2, ആ കുഞ്ഞാട്ടിൻ്റെ രക്തം ഹേതുവായി അവർ ജയമെടുത്തു. അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തത്തളി ആചരിച്ച ജനമാണ് ചെങ്കടൽ കടന്നത്. ചെങ്കടൽ സ്നാനത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ട വ്യക്തി, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി, അതെ, അവരെ സിയോൻ പ്രയാണത്തിലാണ്. അവർ മറ്റൊരു ദേശത്തേക്കുള്ള യാത്രയിലാണ്. അവർക്കൊരു ചെങ്കടലുണ്ട്. ജലപ്രളയത്തിൽ കാണിക്കുന്നത് സ്നാനത്തെ കുറിക്കുമ്പോൾ ഒരു വിശുദ്ധീകരണം ജീവിതത്തിലുണ്ടെന്ന് തിരുവചനം നമ്മളെ ഈ ദിവസം ഇപ്പോൾ തിരുവചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ജലത്തിലൂടെ പോയവർ അത് സ്നാനത്തെ കുറിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ ഏത് വിശ്വാസമുള്ളവരാണെങ്കിലും എല്ലാവരും കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു അനവധി വിശ്വാസ സമൂഹമുണ്ട്. ഇതര ക്രിസ്ത്യാനികൾ മാത്രമല്ല, യഹൂദനും ഇസ്ലാം മതത്തിലും മോർമോൺസ്, യഹോവ സാക്ഷികൾ തുടങ്ങി കത്തോലിക്കർ, പെന്തക്കോസ്തുകാർ, അങ്ങനെ അനവധി പേർ ചില മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പോലും യേശുവിൻ്റെ വരവിനെ പറ്റി പറയുന്നതായി പറയപ്പെടുന്നു. പക്ഷെ അതൊന്നും ഒരുവൻ്റെ രക്ഷയ്ക്കുതകുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോഴാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ട് പല ഡേറ്റുകൾ പറഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ കാലസംഭവങ്ങളെ വിവരിച്ച് കാണിച്ചവരുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കർത്താവിൻ്റെ വരവെങ്കിൽ ഞാനും ഒരു വ്യക്തിയെ എടുക്കപ്പെടുവാനുള്ള മുഖാന്തരമല്ല. യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഈ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങണം. അത് യേശു പറഞ്ഞു, ഒരുങ്ങിയിരിക്കുന്നവരാണ് എടുക്കപ്പെടുന്നത്, അറിവുള്ളവനല്ല എടുക്കുന്നത്. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം നിങ്ങളെ പണിതെടുക്കുന്നു. യേശു ക്രിസ്തുവുമായ ദീർഘദൃഢമായ ഒരു സ്നേഹബന്ധത്തിന് ആഴത്തിൽ നിന്നാണ് ഒരുവന്റെ യഥാർത്ഥ രക്ഷ കടന്നു വരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചെങ്കടൽ കടക്കണം. നിങ്ങൾ ഏത് മതവിഭാഗമാണെങ്കിലും അവിടെ ആ ചെങ്കടൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമായി, ചെങ്കടൽ കടന്ന ജനമായി നിങ്ങൾ തീർന്നെങ്കിൽ യു ആർ ഓൺ ദ ട്രാക്ക്. അല്ലെങ്കിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, മാർവോട് ചാരിക്കടന്ന അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ 3:3 പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അതെ, അതിന്റെ അടുത്തോടെ വായിക്കോ. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. താങ്ക് യു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രത്യാശയുള്ളവനെല്ലാം അവനെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിനെ പോലെ നമ്മളായി തീരുമെന്നുള്ളതാണ്. അല്ലെ, അതിൻ്റെ താഴത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ അവനായിരിക്കുന്നത് പോലെ ആയിത്തീരും, അവൻ്റെ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കുമായി തീരും. അത് മാത്രമല്ല, നമ്മൾ അവനോടുകൂടി ആയിരിക്കുമെന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ മഹത്വ പ്രത്യാശയിൽ, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കർത്താവിൻ്റെ ഛായയിലേക്ക് മഹത്വത്തിലായി തീരുവാൻ നമ്മളെ തന്നെ ഒരു നിർമ്മലീകരണം ആവശ്യമുണ്ടെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ആമേൻ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അതെ നമ്മളൊരു കഴുകൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ജീവിതത്തിൻ്റെതായ മണ്ഡലങ്ങളിൽ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനപ്പുറത്ത് ദിനംതോറും നമുക്കൊരു കഴുകലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരുങ്ങിയിരിക്കുന്നവന് കർത്താവ് പറഞ്ഞില്ല ഇന്ന ഡേറ്റ് വരുമെന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ വരുന്ന കള്ളം വരുമെന്ന പോലെയാണ്. സ്തോത്രം. അപ്പോൾ ഏത് സമയത്തും വരാമെന്ന് യേശു പറയുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന പ്രത്യാശയുള്ളവർ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കേൾക്കുമ്പോൾ
ജീവിതത്തിൽ ആരുമായിട്ടൊക്കെ ഇടർച്ചകളുണ്ടെങ്കിൽ അത് നേറ്റ് പറഞ്ഞ് അവരോട് ക്ഷമിക്കുവാനും, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ അവരുമായി രമ്യതപ്പെടുവാനും, ദൈവഹിതമല്ലാത്ത ജീവിതത്തിലുണ്ടെങ്കിൽ സംസാരത്തിലോ വാക്കിലോ ഉണ്ടെങ്കിൽ അത് ഏത് സമയത്തും ദൈവസന്നിധിയിൽ ചെന്ന് നമ്മളെ തന്നെ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാക്കുന്നുവെങ്കിൽ യു ആർ ഇൻ ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സാർവത്രിക സഭയായിരിക്കുന്ന ശരീരത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു സഭയിലെ രജിസ്റ്ററിൽ നിന്നുള്ള ആളാണോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ദൈവവചനത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കുള്ളിൽ ആണെങ്കിൽ ആ സഭ, ശരീരമാകുന്ന യേശുവിൻ്റെ സഭ, യേശു വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ പോകും, തലയായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേരും. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിലായ ഒരു വ്യക്തി എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ബേസിക്കായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, സ്തോത്രം, അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അല്ലെ അവിടെ അപ്പോസ്തലന്മാർ ചെല്ലുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അവിടെ പറയുന്നു, അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കരങ്ങൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് ചേരണമെങ്കിൽ വാട്ട് യു നീഡ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് ഇൻസൈഡ് ഓഫ് യു. വന്നും പോകുന്ന ആത്മാവല്ല, സ്ഥിരമായി എന്നോട് കൂടെയിരിക്കുന്ന ഒരു ആത്മാവ്, എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെയാണ്, ആമേൻ, ആത്മാവാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. പാപം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആമേൻ, പരിശുദ്ധാത്മാവേ നമ്മുടെ സംസാരത്തിലൂടെ ആയിരിക്കാം, ചിന്തകളിലൂടെ ആയിരിക്കാം, ആമേൻ, പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവൻ അറിയാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചോ എന്നുള്ളത്. ആമേൻ. ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന, ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും. മരിച്ച ശരീരത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അതിന് രണ്ടർത്ഥങ്ങളുണ്ടെന്ന് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിലേക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ പഴയ പ്രമാണത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവിക നിയമങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചൊല്ലിട്ട് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, കാലത്തിൻ്റെ പരിപൂർണതയിൽ പുത്രൻ വെളിപ്പെട്ടു, ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. അവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. ആ ശരീരത്തിലേക്ക് പ്രമാണങ്ങളെ കർത്താവ് എല്ലാം ശരീരത്തിൽ പൂർത്തീകരിച്ചു. ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെങ്കിൽ, പരിശുദ്ധാത്മാ നിങ്ങളുടെ അകത്തളങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, യു വിൽ ബി ജോയിൻ വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഇപ്പോൾ തീർന്നു. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ഹാനോക്ക് നടന്നതുപോലെ നടക്കാൻ തയ്യാറാണോ? യു വിൽ നെവർ ബി ലെഫ്റ്റ് ഔട്ട്. യു വിൽ ഗോ. നിങ്ങൾ എടുക്കപ്പെടും. സ്തോത്രം. അതിപ്രധാനമായ സുപ്രധാനമായ ഒരു വാർത്തയാണിത്. തമാശായി തോന്നിയേക്കാം, പ്രധാനമല്ലെന്ന് തോന്നിയേക്കാം, ഗൗരവമല്ലെന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു ദിവസം പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു ദൈവിക അവസരം നമ്മളെ കാത്തിരിക്കുമ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് കർത്താവ് എല്ലാം തീർത്തു. യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിവാ, ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ഇന്ന് വരെ നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അതേ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. കർത്താവ് പറയുന്നൊരു കാര്യം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ള ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുക എന്ന് മാത്രമല്ല, പരിശുദ്ധ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു സൺഡേ വന്നിട്ട്, ഒരു ഞായറാഴ്ച വന്നിട്ട് പരിശുദ്ധാത്മാവ് തിങ്കളാഴ്ചയാകുമ്പോൾ പോകുന്ന ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഗോഡ് ഹസ് ഗിവൺ എ സ്പിരിറ്റ് നമ്മൾ എല്ലാ സമയത്തും നടത്തുവാൻ. ഹല്ലേലൂയ. അപ്പോൾ കഴിയുന്നൊരു ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹൃദയം ഒന്ന് സമർപ്പിച്ചിട്ട് കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പക്ഷേ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് എനിക്ക് കഴിയാൻ കഴിയുന്നില്ല.
ആമേൻ. പലപ്പോഴും ജഡത്തിൻ്റെതായ ചിന്തകളും ജഡത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ എന്നെ ഒരു വശത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ആ ശക്തിക്ക് മാത്രം, ദൈവശക്തി നിങ്ങളുടെ ജഡത്തിൻ്റെ അകത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഒരു ദുഷ്ട പൈശാചിക മണ്ഡലത്തിലും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയും, നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലെന്ന്. ആത്മാവിൻ്റെ ശക്തിയാൽ ഇത് കേൾക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആത്മാവിൽ നിറഞ്ഞവരായി തീരാം, ആത്മാവിൽ നടത്തപ്പെട്ടവരായി തീരാം. ദൈവശബ്ദം കേൾക്കുന്നവരാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ. അതെ, ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം നമ്മൾ കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ കഥാവ് പറയുകയാണ്, ആത്മാവ് സ്വഭാവമുള്ള ആത്മാവിനുള്ള ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ പോലും ദൈവഹിതമല്ലാത്ത ചിന്തകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാതൊക്കെ വണ്ണം ഒരു സവിശേഷമായ വിശുദ്ധ ജീവിതത്തിലേക്ക് നടത്തുന്ന ആ ഒരു വ്യക്തിത്വമാണ് ദൈവാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ഹീസ് കോൾഡ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ്സ് നോട്ട് അൺഹോളി സ്പിരിറ്റ്. ദുരാത്മാവല്ല, പരിശുദ്ധ. ഹീസ് എ ഹോളി സ്പിരിറ്റ്. സ്തോത്രം. നമ്മളെ ഹോളിയാക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ ഒരു നിസാര വാക്കിന് കഥ പറയാൻ നമ്മുടെ വാക്കുകൾ പോലും വിധിക്കപ്പെടുന്ന ന്യായവിധി ദിവസത്തിൽ നമുക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കുകൾ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാക്കുകൾ വായിൽ നിന്നുമെന്ന സംസാരങ്ങൾ പോലും പിടിച്ചെടുത്ത് റെക്കോർഡ് ചെയ്യുന്ന ദൈവമാണ്. അവൻ്റെ ആ ദൈവത്തിൻ്റെ ന്യായവിധി അത്ര സൂക്ഷ്മമാണ്. ആ ദൈവത്തിൻ്റെ ന്യായവിധി അത്ര മൈന്യൂട്ടാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ജനിച്ച സകലരുടെയും മനസ്സാക്ഷിക്ക് തക്കവണ്ണം അവനെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ അഗ്നി ജ്വാലിക്കുന്ന കണ്ണുകൾക്ക് മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയാൻ, കർത്താവേ ഹല്ലേലൂയ, അങ്ങയുടെ വരവിൽ കർത്താവേ അങ്ങയെ കാണുവാൻ, അങ്ങേക്ക് സദൃശനായി തീരുവാൻ, അങ്ങയെ പോലെ ആയി തീരുവാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി നമുക്ക് മാറാം. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി അനവധി കാര്യങ്ങൾ നമുക്ക് കർത്താവിന് വേണ്ടി ആ യേശു ക്രിസ്തുവിന് വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളവർ. രണ്ട് തരത്തിലുള്ള ടീച്ചിങ്സ് ഉണ്ട്. ഒന്ന് പ്രീ ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷനും ഉണ്ട്. ഒന്ന് കർത്താവ് യേശു ക്രിസ്തു കള്ളനെ പോലെ വരുമ്പോൾ ദൈവസഭ എടുക്കപ്പെടുകയും പിന്നീട് ഭൂമിയിലേക്ക് അന്തിക്രിസ്തുവിൻ്റെ മഹാപീഡനം കടന്നു വരികയും 3.5 വർഷത്തിന് ശേഷം യേശു ദൈവസഭയോടുകൂടെ വീണ്ടും ഭൂമിയിലേക്ക് വരികയും വീണ്ടും ന്യായം വിധിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്ന ഒരു പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ പറയുന്നു. യേശു ക്രിസ്തു അതെ ഒറ്റ രണ്ടാമത്തെ പ്രത്യക്ഷതയേ ഉള്ളൂ, കള്ളനെ പോലെയല്ല, അത് ഒരുമിച്ചായിരിക്കുമെന്ന് പറയും. എന്താണെങ്കിലും ഞാൻ അതിലേക്കല്ല, അതല്ല നമ്മുടെ വിഷയം. അത് ഓർത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അനവധി പേര്, അതല്ല, തർക്ക വിഷയമല്ലത്. സ്തോത്രം. നിങ്ങൾ തർക്കിച്ചു, കർത്താവ് എപ്പോഴും വന്നോട്ടെ, പ്രീ ട്രിബുലേഷൻ വന്നോട്ടെ, പോസ്റ്റ് ട്രിബുലേഷൻ വന്നോട്ടെ, നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ഒരുങ്ങിയിരിക്കുന്ന പോയിരിക്കും. സ്തോത്രം. ദൈവസഭയ്ക്കകത്തുനിന്ന് യേശുവിനെ അറിഞ്ഞിട്ട് ഈ ഒരു മഹനീയ അവസരം, മഹത്വകരമായ അവസരം, ലോട്ടറി അടിച്ചില്ലെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ ഒന്നും പ്രാപിച്ചില്ലെങ്കിലും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കർത്താവ് തന്നിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിക്ക് മുമ്പിലാണ്, ഒരു വലിയ അവസരത്തിന് മുമ്പിലാണ്. അവസരം നഷ്ടപ്പെടുത്തി കളയല്ലേ ദൈവവൈതലേ. സ്തോത്രം. കീപ് യുവർ ഭക്തി. ഈ ദിവസങ്ങൾ മുറകെ നമുക്ക് പിടിക്കാം. സ്തോത്രം. പലതും നടന്നിട്ടില്ല, നിങ്ങൾ നിരാശനാണോ? നിങ്ങൾ ഹൃദയം യേശു അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങളെ പെട്ടെന്ന് കണി പോലെ പിടിക്കും. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും സംഭവിച്ചേക്കാം. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോൾ സർവഭൂമിയിലേക്കും വരാനിരിക്കുന്ന ആമേൻ വസിക്കുന്ന എല്ലാവർക്കും വരും. ആകയാൽ സംഭവിപ്പാൾ എല്ലാം ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഈ ദിവസങ്ങളൊന്ന് പുതുക്കാം. നമ്മൾ ഈ അതിഭക്ഷണത്താലാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഉപവസിക്കാൻ നമുക്ക് ഈ ദിവസങ്ങൾ തയ്യാറാകാം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാം. കർത്താവിൻ്റെ വരവ് വിളിച്ചു പറയുന്നവരായി മാറാം. അപ്പോസ്തലനായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അതുപോലെ ഒരു തലമുറ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വിളിച്ചു പറയുന്നവരായി, അത് കുടുംബത്തിനകത്തായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം. യേശുവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ യു വിൽ സ്പീക്ക് അബൌട്ട് ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. അനേകരെ നിങ്ങൾ ഒരുക്കുന്നവരായി മാറും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ദൗത്യങ്ങളായിരിക്കാം, ചെറിയ താലന്തുകളായിരിക്കാം. യേശു തന്നിരിക്കുന്ന ആ താലന്തുകൾ ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചിലരെ കർത്താവ് വലിയ വലിയ താലന്തുകൾ തന്നിട്ടുണ്ട്. ആമേൻ. ഒരു ദിവസം വരുമ്പോൾ ചോദിക്കും, ഈ താലന്ത് എവിടെയാണെന്ന്. ഈ താലന്തുകളൊക്കെ കിട്ടിയവരുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ കുഴിച്ചിട്ടവരുണ്ടെങ്കിൽ പുറത്തെടുക്കുക.
സ്തോത്രം. പോണോ? ഹല്ലേലൂയ. ഈ ദിവസം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ വചനമൊക്കെ നമ്മൾ വായിച്ചിട്ട് ഒരുപാട് നാളായി കാണും. പക്ഷേ ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. കർത്താവ് പറയുകയാണ്, ആമേൻ, ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ഒരു നോഹ രാവും പകലും കർത്താവിൻ്റെ വരവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആരും വന്നില്ലെങ്കിലും ആമേൻ വിശ്വസ്തയോടെ പുസ്തകം എടുത്തുകൊണ്ട് പുറത്തുപോയി. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. വെള്ളം വന്നു, പെട്ടകം പോയി, പെട്ടകം വിട്ടു. ആമേൻ. പെട്ടകം വെള്ളത്തിന് മീതെ പോയി, എടുക്കപ്പെട്ടു പെട്ടകം. ഹല്ലേലൂയ. പക്ഷേ താഴെയുള്ളവർ താമസിച്ചു പോയി, കഥ കടഞ്ഞു. പിന്നെ ആർക്കും കയറാൻ സാധിച്ചു. കാരണം വാതിൽ പുറത്തുനിന്ന് ദൈവം പൂട്ടി. നോഹ തുറന്നാലും തുറക്കാൻ സാധിക്കത്തില്ല. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ഒരുങ്ങാം. കർത്താവ് പറയുകയാണ്, അവൻ നോക്കിയിരിക്കുന്ന, അതെ, ലൂക്കോസ് സുവിശേഷം 12:45, ഞാൻ വേഗത്തിൽ വചനത്തെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ചിലരെ ഏൽപ്പിച്ചത് അവർ വലിയ വലിയ സഭകൾ നയിക്കുന്നതായിരിക്കും, ചെറിയ സഭകൾ നടത്തുന്നതായിരിക്കും, എന്തുമാകട്ടെ. ആമേൻ. അവനെ ദണ്ഡിപ്പിക്കുകയും അവൻ അവിശ്വാസികളുടെ യജമാൻ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് എന്ത് കിട്ടും? വളരെ അടികൊള്ളും. വടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാതെ കണ്ട് അടിക്ക് യോഗ്യതായി ചെയ്തവനോ കുറച്ചടി, ഏലടി കിട്ടും. സ്തോത്രം. ആമേൻ. അപ്പോൾ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നാൽ കൂടുതൽ അടി കിട്ടും, അറിയാതെ ചെയ്താൽ ചെറിയ അടി കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അടി മേടിക്കേണ്ട, ആമേൻ, സ്തോത്രം, വളരെ ലഭിച്ചതിനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങി അധികം ചോദിക്കുന്ന ദിവസം. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നമ്മൾ വിശ്വസ്തയോടെ നമുക്ക് വ്യവഹാരം ചെയ്യാം. എന്തുമാണ് താലന്തിനെ പറ്റി നമുക്ക് പറയാൻ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. നമുക്ക് കിട്ടിയ ദൈവിക കൃപകളായിരിക്കാം, ദൈവം തന്നിരിക്കുന്ന കഴിവുകളായിരിക്കും, സമയമായിരിക്കാം. എന്താണെങ്കിലും ഈ ദിവസങ്ങൾ നമുക്കത് ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് അനേകരെ ഒരുക്കുവാൻ വേണ്ടി, ആമേൻ, സാമ്പത്തികമായ നന്മകളായിരിക്കും, എന്തുമാകട്ടെ, തന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി കൊടുക്കുവാനും ആമേൻ നമുക്ക് തയ്യാറാകാം. ഡു നോട്ട് ഫോർസേക്ക് യുവർ അസംബ്ലീസ്. ആമേൻ. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ നിങ്ങൾ ഉപേക്ഷയായി ആമേൻ നിങ്ങൾ വിചാരിക്കരുത്. അതെ, അവിടെ ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഒരുപക്ഷെ അതിന് കാരണം മറ്റൊന്നുമല്ല, അപ്പോസ്തലിക കാലഘട്ടങ്ങളിൽ കൂടി വരിക പതിവായിരുന്നു. കർത്താവിനെ വരവെടുക്കുന്നവരും കൂടി വരുന്ന കൂടണം. കാരണം അറിഞ്ഞുകൊണ്ട് ദൈവസഭയിൽ ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, ആമേൻ, കർത്താവ് ഒരുപക്ഷെ ആ ഒരു സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ട് സഭായോഗം ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് പോകത്തില്ലെന്നാണ് പറഞ്ഞു. മറ്റൊരു രീതിയിൽ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കർത്താവിനെ അടുക്കണമെങ്കിൽ കൂടുതൽ സമയങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അയക്കാം, ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. ആമേൻ. അതേ, ബുദ്ധിയുള്ള കന്യകമാർ. എൻ്റെ വചനങ്ങൾക്ക് ഞാൻ വിരാമിടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനവധി കാര്യങ്ങൾ നമുക്ക് ഇനിയും വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഒരു സത്യം ഇന്നും നിലനിൽക്കുന്നു. കർത്താവ് നമ്മളെ ചേർക്കുവാൻ ഈ നാളുകളെ കഷ്ടങ്ങൾ നിസ്സാരമെന്ന് എണ്ണിയെന്ന് ആമേൻ നമ്മൾ കേൾക്കുവാനിടയായി. അത് ഈ ദിവസങ്ങളിൽ ആ കഷ്ടങ്ങൾ തീരുന്നൊരു ദിവസമുണ്ട്. ഒരു മഹത്വം ഉള്ളൊരു മഹത്വത്തിലേക്ക് ഈ ദിവസങ്ങൾ കർത്താവ് നമ്മൾ നടത്തുന്ന ദിവസം കൊണ്ട് അതിനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. ഒരു 10 കന്യകമാരെ പറ്റി നമുക്ക് വ്യക്തം പലർക്കും അറിയാം. 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരുടെ കാര്യങ്ങളിൽ എണ്ണയുണ്ടായിരുന്നു, വിളക്കുണ്ടായിരുന്നു. പക്ഷേ ചിലർക്ക് എണ്ണയില്ലായിരുന്നു. ഈ ദിവസങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ വരവിൽ സമാധാനത്തെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമാറാകട്ടെ. ആ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്ക് കുറവില്ലാത്തവരായി, ചുളുക്കമോ കറയോ വാട്ടമോ ഇല്ലാത്ത നിർമ്മല മനവാട്ടിയായി നമ്മളെ കഴുകേണ്ട മണ്ഡലങ്ങൾ കഴുകുവാൻ, കർത്താവിന് ഒരുങ്ങുവാൻ, കാത്തിരിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങൾ തയ്യാറാകാം. പ്രത്യാശ കൈവിടരുത്. ആവേണ്ട ദൈവിക വചനമാണ്, ദൈവിക സത്യമാണിത്. എല്ലാ ദിവസവും നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്യമാണ്. നമുക്ക് ഈ ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി യേശു നിങ്ങളുടെ കൂടെ, യേശു നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടി കർത്താവ് ഇന്ന് കാത്തിരിക്കുന്നു. ദൈവസഭ മടങ്ങി വരുവാൻ. ആമേൻ. കർത്താവിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്ന അവിടെയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽക്കും. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടാം, ഇടയാകട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച വട്ടം നമുക്ക് വീണ്ടും കാണാം. ആമേൻ, ആമേൻ, ആമേൻ.